ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വിസ്മയചേന്റെ റൂം ടൂറിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന നമ്മുടെ റൂം ടൂറാണ്. അതെ, അപ്പൊ ഞങ്ങളുടെ റൂം വരുന്നത് അവരെ തൊട്ട് മുകളിൽ തന്നെ 3rd ഫ്ലോറിലാണ്. ഞങ്ങളുടെ റൂമിൽ 3 പേര് നിൽക്കുന്നുണ്ട്, അവരവിടെ 2 പേരുള്ളൂ. അപ്പൊ ഇപ്പോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇന്ന് ഫ്രീ ആണ്. അപ്പൊ ഇന്ന് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ റൂം കാണാം. അതെ, അപ്പൊ നമ്മുടെ റൂമിലേക്ക് പോവാ അല്ലേ? വിളിക്ക് പോവാ. യെസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹോള് വരുന്നത്. ഇത് കണ്ടാലും ഞെട്ടണ്ട കൈസ്. രാത്രിയോ ഭയങ്കര പ്രകാശവും കുറെ സാധനങ്ങളൊക്കെ ചന്ദനസുതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. ഇത് എന്റെ ടേബിളാണ് കേട്ടോ. ചന്ദനസുതിയുടെ ടേബിള്, ഇത് എന്റെ ടേബിള്. ഇതാണ് ടിങ്കിൾ മരിയുടെ ടേബിൾ വരുന്നത്. ഐശ്വര്യയുടെ ടേബിളാണ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഹോള്. അവിടെ കാണുന്നതാണ് കിച്ചൺ. ഇങ്ങനെ ഒരു സ്പേസ് ആണ് കിച്ചണിന് ഉള്ളത്. അപ്പോ ആരുടെ ടേബിളാണ് അടിപൊളിന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂ. പിന്നെ ഇങ്ങനെ ഒരു സ്പേസിൽ നമുക്ക് ചെരുപ്പും അങ്ങനെ ഞങ്ങൾ പിന്നെ യൂണിഫോം ഒക്കെ ഹാങ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സ്പേസിൽ ഇങ്ങനെ ബാത്റൂം സെറ്റപ്പ് കൂടിയാണ് വരുന്നത്. ബാത്റൂം തുറന്ന് കാണിക്കുന്നില്ല നമ്മള്, അതിന് ആവശ്യമില്ലല്ലോ. അപ്പോ ഞങ്ങളിപ്പോ 1 വർഷത്തോളായി ഇവിടെ തന്നെ നിക്കണത്. അപ്പൊ അതിന്റേതായ അറ്റകുറ്റപ്പണികൾ ഇവിടെ കാണാം. യെസ്, ഞങ്ങള് പൊട്ടിച്ചാണ് അതൊക്കെ വന്ന പൊട്ടിച്ചതാ. പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഫോട്ടോസ് നമ്മുടെ ഹാപ്പി വിസ്മി എല്ലാവരും ഉള്ള ഒരു ഫോട്ടോസും പിന്നെ കുറച്ചിങ്ങനെ ഫോട്ടോസ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ടൂർ പോയ മെമ്മറീസിനാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ താജ്മഹൽ നമ്മുടെ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും. അതിലുണ്ട് ഇതേ ഇതൊക്കെ. ഇത് മണാലി പോയി പോയതാ, ഗോൾഡൻ ടെമ്പിൾ പോയത്, ഇതൊക്കെ ഓരോ മെമ്മറീസ്. ഇത് ഞാൻ മൈസൂര് പോയി വാങ്ങിയതാണ്. ഇനിയുണ്ടതേ ടിങ്കിൾ മരിയുടെ ടേബിൾ നോക്കുക. അവളെ എഴുതി വെച്ചാൽ ഡെയിലി ലവ് യുവർ സെൽഫ്, പിന്നെ സ്മൈൽ സ്മൈൽ, ഇറ്റ്സ് ഓൾ അപ്പ് ടു ഓൺ യു, ഇറ്റ്സ് ഓൾ അപ്പ് ഓൺ യു. മണി പ്ലാന്റ് പഠിക്കുന്ന പിള്ളേരായോണ്ട് അത് പ്രത്യേകം എടുത്ത് വെച്ചതാ. ഇന്ന് എടുത്ത് വെച്ചതൊന്നല്ല, ഞാൻ രാവിലെ എണീറ്റ് പഠിച്ചോ ചന്ദന. യെസ്. ഇന്ന് എന്താ ആൾക്ക് പഠിക്കാനുള്ള പൂതി, അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിച്ചു. പിന്നെ ഞങ്ങൾക്ക് എക്സാം ആവാറായതാണ്. ബുക്ക് വായിക്കുന്ന ശീലം എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ബുക്കിന്റെ ബോറടിക്കുമ്പോൾ ബുക്ക് വായിക്കും. പിന്നെ ഇതിലൊരു ചെടി സൂപ്പർ ഉണ്ടായിരുന്നു, പക്ഷെ അത് പോയി. ഇത് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഇത് കോളേജിന്ന് അടിച്ചു മാറ്റി എന്ന് പറയാം. അങ്ങനെ കിട്ടിയ മണി പ്ലാന്റ് ആണ്. ഇത് എന്റെയിലും ഉണ്ട്, കണ്ടോ? നല്ല സെല്ലിങ്. ഇതാണ് വ്യൂ. പിന്നെ ഇതാണ് നമ്മുടെ റൂം വരുന്നത്. നമുക്ക് റൂം കാണാം അല്ലേ? ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാരൊക്കെയാന്ന് പറയണ്ടേ? ഇതെന്റെ ബെഡ്, ഇത് ചന്ദന സുധീറിന്റെ ബെഡ്, അത് ഐശ്വര്യ സുധീറിന്റെ ബെഡ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ മിറർ. അപ്പൊ അതെ ഞങ്ങക്ക് ഇങ്ങനെ ഡബിൾ ഡെക്കർ നമ്മൾ ചോദിച്ചു മേടിച്ചതാണ്. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് റൂമില് സൗകര്യം ഉണ്ടാവാൻ വേണ്ടിട്ട് ചോദിച്ചു വാങ്ങിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാലയച്ചാൽ ബെനിഫിറ്റ് ഉണ്ട്, അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഡോൾ കളക്ഷൻസ് നോക്ക് ഗൈസ്. ഇവിടെ ഇതായിരിക്കണു, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ചന്ദന സുധീറിന്റെ. ഇത് എന്റെ ആണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ ഫുള്ളും ഐശ്വര്യ സുധീർ, ഫുൾ ഐശ്വര്യ. പിന്നെ ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിണ്ടാവും നമ്മൾ ചെയ്ത ഡെക്കറേഷൻ. നമ്മളിത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, അപ്പൊ കാണാത്തവര് കാണണം. യെസ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുന്ന് 3rd ഫ്ലോർ ആയോണ്ട് നല്ല വ്യൂ ആ പുറത്തേക്ക് കാണിച്ചാൽ നല്ല കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസം. സൺസെറ്റ് ടൈമിൽ നല്ലൊരു വെളിച്ചം നമ്മുടെ എടുത്തേക്ക് അടിക്കും. ഒരു യെല്ലോ ലൈറ്റ്, നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 ഈ സമയം എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമുള്ള ടൈമാണ്. ഈ ഡോറിന്റെ അവിടേക്ക് കണ്ട ഇങ്ങനെ ഈ ലൈറ്റ് വരും, അതിന്റെ ഷാഡോയും അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനും എല്ലാം കൊണ്ടും നൈസാ. പിന്നെ ഇങ്ങനൊരു അലമാരിയിലുള്ള വിസ്മയന്റെ റൂം ടൂർ കാണിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അലമാരി സൂപ്പറാണ്. എന്താ പറഞ്ഞല്ല ഗൈസ്, അവളെ വെച്ച് നോക്കുമ്പോ നല്ലതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അലമാരിയുടെ വ്യൂ. നമ്മളെപ്പോഴും ഈ ഒരു നീറ്റ്നെസ്സിൽ നമ്മൾ വലിയ നീറ്റ് ഒന്നും ഇല്ല, ഓരോന്ന് എടുക്കുമ്പോ അവരാണ്
അത് നീറ്റാ. പക്ഷേ അത് ഉദ്ദേശിച്ചത്. സ്ഥലമില്ല ഞങ്ങൾക്ക് ഡ്രസ്സുകളൊന്നും വെക്കാൻ. ഇത് ഫുള്ളും ചന്ദനയുടെയാണ്. ഇത് ഫുള്ള് ഐശ്വര്യയുടെ, അതിന്റെ അടിയിൽ ഫുള്ള് എന്റെ. പിന്നെ ഇതൊക്കെ ഞങ്ങള് മേക്കപ്പ് സാധനങ്ങളാണ്. ഇത് ചന്ദന സുധീറിന്റെ, ഐശ്വര്യയുടെ, ഇതെന്റെ. ഇതാണ് ഞങ്ങളുടെ റൂമിന്റെ അവസ്ഥ. 3 പേർക്ക് 3 പാർട്ടീഷൻ ആയിട്ട് നമ്മള് എല്ലാം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാ. അപ്പൊ ബെഡ് ആരെയാണ് ഏറ്റവും നല്ലതെന്ന് പറയും. ബെഡൊക്കെ ഞങ്ങൾ ഒരു കൊല്ലം കിടന്ന് ചമ്മന്തിയായി. ഇതെങ്ങനെയുണ്ടായിരുന്ന ബെഡാല്ലേ? ഫ്ലാറ്റ് ആയി ബെഡൊക്കെ. അപ്പൊ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അല്ലേ ഈ റൂമില്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ റൂമിലത്തെ അവസ്ഥ. അടിയിൽ പിന്നെ നമ്മൾ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യാണ്. ബാഗുകള്, നമ്മൾ കൊണ്ടുവന്ന ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിലാണ്. അടിയിൽ വെച്ചിട്ടുണ്ട് പെട്ടികളൊക്കെ. പിന്നെ ഈ ലൈറ്റ് രാത്രി നല്ല രസമാണ്. ഈ ലൈറ്റും പിന്നെ നമ്മുടെ മേലത്തെ സ്റ്റാർ, ഇവിടെ സ്റ്റാർ ഒട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾ മേലെ. സ്റ്റാർ ഒട്ടിച്ചിട്ടുണ്ട്. രാത്രി വെളിച്ചുണ്ടാവും ആ സ്റ്റാറിന്. അപ്പൊ നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ ഫുൾ സ്റ്റാർ ആണ് അല്ലേ, ടിങ്കിൾ സ്റ്റാർ പോലെ. അതെ, പോലെ തന്നെ. നൈറ്റ് ലൈറ്റ് ഇടുമ്പോഴുള്ള വ്യൂ ഇങ്ങനെയാണ്. നല്ല രസല്ലേ? പിന്നെ ഒരു അമ്പലം പോലെ റൂമിൽ ഇതാണ് അവസ്ഥ. പിന്നെ സ്റ്റാർ ഇതിപ്പോ കത്തുന്നത് കാണാൻ പറ്റില്ല. ഇവിടുത്തെ ലൈറ്റ് ഇത് ഫുള്ള് ഇരുടായി കഴിഞ്ഞാലാണ് നമുക്ക് ഈ സ്റ്റാർ ഒക്കെ കത്താം. അതുവരെ ഇത് കത്തില്ല. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു റൂം. അടുക്കള പിന്നെ വിസ്മയജയന്റെ അടുക്കള എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ. പിന്നെ പ്രത്യേകിച്ച് നമ്മള് നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ നിങ്ങള് പറയും ആരുടെ റൂമാണ്? ആരുടെ റൂമാണ്. പിന്നെ ടേബിൾ ആരുടെയാണ്, അതായത് ഇവിടുത്തെ ടേബിൾ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ, കമന്റിൽ രേഖപ്പെടുത്താം. അപ്പൊ ഇത്ര ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു റൂം ടൂർ. അതെ, നോക്ക് മക്കളെ നോക്ക്. ഇതിപ്പോ നമ്മൾ റൂം ടൂർ എടുത്തതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണ് ഈ റൂമിന്റെ. ഇത് അലങ്കോലാക്കിയിരിക്കുന്നത് വിസ്മയജയൻ മനഃപൂർവ്വം. നോക്ക് മക്കളെ നോക്ക്, മനഃപൂർവ്വം വന്ന് കൊളാക്കിയതാണ് ഞങ്ങളുടെ റൂമിൽ. കൊളാക്കി പോയിട്ടില്ല, അതേ ഇരിക്കുന്നു കുളം തോണ്ടി. വീണ്ടും അലങ്കോലാക്കിക്കൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വരുന്നതാണ്. വേഗം തന്നെ റൂമിൽ നിന്ന് പോകേണ്ടതാണ്. അടിയിൽ നിന്ന് വിളി വരുന്നുണ്ട്. ഞാൻ വിളിച്ചു. ഇതൊക്കെ ഇടും, നമ്മളിതെല്ലാം ഇടും. നമ്മളതെല്ലാം ഇടില്ലേ വിസ്മയജയന്റെ കുസൃതികൾ.